بسم الله الرحمن الرحيم. عقد التمليك عقد الإباحة. തംലീക്കിന്റെ അഖദ് എന്ന് പറഞ്ഞാൽ ഉടമയാക്കി കൊടുക്കൽ, പരിപൂർണമായി മിൽക്കോടുകൂടി വിട്ടുകൊടുക്കൽ. സാധാരണ സാധനങ്ങളെല്ലാം വാങ്ങിയാൽ അഖദ് തംലീക്കല്ല നടത്തുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ആ സാധനം നമ്മൾ ഏറ്റെടുത്തില്ല, അത് അഖദ് തംലീക്ക്. അതാണോ ഈ വിവാഹത്തിലുള്ളത്? അഖദുൽ ഇബാഹ, ഉപയോഗമെടുക്കാനുള്ള അനുവാദം കൊടുക്കൽ. സാധനം വിട്ടുകൊടുക്കുന്നില്ല. സാധാരണ റോഡെല്ലാം പോലെ, റോഡ് കെട്ടിടം പോലെ ഉപയോഗിച്ചോ എത്ര വേണമെങ്കിലും, ഉടമാവകാശത്തിലേക്ക് വിട്ടുകൊടുക്കുന്നില്ല. ഈ നിക്കാഹ് എന്നത് അഖദുൽ തംലീക്കാണോ അഖദുൽ ഇബാഹയാണോ? രണ്ട് വജുഹുണ്ട്. മുഅ്തമദ് അഖദുൽ ഇബാഹ തന്നെയാണ്, അഖദുൽ തംലീക്ക് അല്ല. ഉപയോഗിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുക, ഉടമാവകാശം കൊടുക്കുന്നില്ല ഒന്നിലും. രണ്ട് വജുഹനുസരിച്ചും അനുഭവം വ്യത്യാസപ്പെടും. എൻ്റെ പക്കൽ ഉടമയായി യാതൊന്നും തന്നെ ഇല്ല എന്ന് ഒരുത്തൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. വല്ലാഹി ലാ അംലികു ശൈഅ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ പക്കൽ ഉടമയായി ഒന്നും തന്നെ ഇല്ല എന്ന് ഒരുത്തൻ പറഞ്ഞു. ആ പറയുന്ന നേരത്ത് ഉടമയായി എന്ന് പറഞ്ഞാൽ അനുവദനീയമായി കിട്ടിയതോ ഉടമാവകാശത്തിൽ കിട്ടിയതോ എന്നൊന്നും അവൻ പറഞ്ഞിട്ടില്ല. ഉടമ എന്ന നിലയിൽ എൻ്റെ പക്കൽ ഒന്നുമില്ല എന്ന് അവൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ അവന് ഭാര്യയുണ്ട്, എന്നാൽ അവൻ സത്യത്തിൽ പിഴച്ചവനാവില്ല. കാരണം അവന്റെ ഉടമാവകാശത്തിൽ ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പൊ അവൻ കുറ്റക്കാരനാകുന്നില്ല, സത്യത്തിൽ പിഴച്ചവനാവുന്നില്ല, കഫാറത്ത് വേണ്ട. പക്ഷേ ഉടമ എന്നതിന് വിശാലമായ അർത്ഥമാണ് അവൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഉടമയായിട്ട് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഉടമാവകാശത്തിൽ കൂടി കിട്ടിയതും അനുവദിച്ച് കിട്ടിയതും കരുതിയിട്ടുണ്ടെങ്കിൽ അവൻ പിഴച്ചു, കഫാറത്ത് വേണം. എന്തേ? ഭാര്യ മനസ്സിലായില്ലേ? എനിക്ക് ഒരു വസ്തുവും തന്നെ വിൽക്കില്ല എന്ന് അവൻ പറഞ്ഞാൽ അവൻ കള്ളത്തരാളം കാട്ടിയവനാണ്. ഭാര്യ ഉണ്ടെങ്കിൽ ഏത് കൗലനുസരിച്ച്? തംലീക്കാണെന്നുള്ള കൗലനുസരിച്ച്. ഉപയോഗിക്കാൻ പൂർണ്ണ അധികാരം കിട്ടിയതേ ഉള്ളൂ, ഉടമയില്ല എന്ന കൗലനുസരിച്ചോ? പക്ഷെ നിയത്ത് ഉണ്ടെങ്കിൽ പഴക്കുന്നുണ്ട്. ലാ അംലിക്കു ശൈഅൻ എന്ന് പറഞ്ഞാൽ അവൻ അംലിക്കു എന്ന് പറയുമ്പോൾ മിൽക്ക് എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥമാണ് അവൻ കരുതിയത്. പരിപൂർണമായ ഉടമാവകാശത്തിലും ഇല്ല, അനുവദിച്ച് കിട്ടിയതും ഇല്ല എന്നാണ് പറഞ്ഞതെങ്കിലോ കളവല്ലേ പറഞ്ഞത്. അനുവദിച്ച് കിട്ടിയതുണ്ടല്ലോ, ഇല്ലേ? ഇനി മിൽക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് മിൽക്കാണ്? മിൽക്ക് ഉണ്ട് എന്നുള്ള കോലെടുത്താൽ എന്ത് മിൽക്ക്? പെണ്ണി അങ്ങനെ തന്നെ മിൽക്കാക്കുന്ന, അല്ല മംഫയത്ത് മിൽക്കാക്കുന്ന, അല്ല മംഫയത്ത് എടുക്കാനുള്ള അധികാരം മിൽക്കാക്കുന്ന. മംഫയത്ത് പെണ്ണിന്റെ തന്നെ, പെണ്ണിന്റെ ശരീരം അങ്ങനെ തന്നെ മിൽക്കാക്കി കിട്ടൂല, മംഫയത്ത് മിൽക്കാക്കി കിട്ടൂല. മംഫയത്ത് എടുക്കാനുള്ള പൂർണ്ണ അധികാരമാണ് മിൽക്കാക്കിയത്. മുമ്പ് അധികാരമില്ലായിരുന്നു, നിക്കാഹോടുകൂടി അധികാരം വന്നു. മംഫയത്ത് പെണ്ണിൻ്റെതാണ്. വഹൽ ഹുവ, നിക്കാഹ് ആണോ അഖദു തംലീക്കിൻ, ഉടമയാക്കുന്ന അഖദാണോ, ഉടമയാക്കി കൊടുക്കുന്ന അഖദ്, തംലീക്കിന്റെ അഖദ്
ഔ ഇബാഹത്തിൻ, അല്ല ഉപയോഗിക്കാനുള്ള അനുവാദം നൽകുന്ന അക്താണോ? വജ്ഹാനി, രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതിൽ നിന്ന് ഏതാണ് മുഅ്തമദ് എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അടുത്ത സ്റ്റേറ്റിന് അടുത്ത വാക്കിൽ നിന്നത് ഉറപ്പ് കിട്ടും. വജ്ഹാനി യദ്ഹറു അസറുഹുമാ, ആ രണ്ട് വജ്ഹിന്റെയും ഉപകാരം വെളിവാകും, ഫലം വെളിവാകും. ഫീമാ, ഒരു മസലയിൽ ലൗ ഹലഫ ലാ യംലികു ശൈഅൻ, സത്യം ചെയ്തു അല്ലാഹുവിനെ കൊണ്ട് അവൻ ഉടമയാക്കിയിട്ടില്ല ശൈഅൻ, വലഹു സൗജത്തുൻ, ഏത് സ്ഥിതിയിൽ ഇത് പറയുമ്പോൾ അവന് ആരുണ്ട്? എന്നാൽ ആ മസലയിൽ വല്ലസഹു ലാ ഹിൻസ ഹൈസു ലാ നിയ്യത, ആ മസലയിൽ ഫുഖഹാ പറഞ്ഞു അവൻ സത്യത്തിൽ പിഴച്ചവനാകൂല, നിയത്ത് ഇല്ലാതപ്പോൾ. വിശാലമായ നിയത്താണെങ്കിൽ സത്യത്തിൽ പിഴക്കും. മിൽക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ഒറിജിനൽ മിൽക്കും പെട്ട് അനുവദിച്ച് കിട്ടിയ മിൽക്കും പെട്ട് എന്ന അർത്ഥമാണ് ഉദ്ദേശിച്ചതെങ്കിൽ സത്യത്തിൽ പിഴച്ചവനായി, അല്ലാതെ കാലത്തോളം ഉണ്ടാകുന്നില്ല. അപ്പൊ അതിൽ നിന്നെന്താ നമ്മളെ മസല കിട്ടുന്നത്? ഹിംസയില്ല എന്നവർ പറഞ്ഞ സ്ഥിതിക്ക് വിവാഹത്താണ്, എന്തല്ല അല്ല. ഇനി വേലല്ലി തംലീഖാണ് എന്ന കൗലി പിടിച്ചാൽ തന്നെ എന്ന വജീഹിന്റെ മേലെ എടുത്തുകൊണ്ട് ആ സൗജി മാലിക്കുൻ അവൻ ഉടമ ഉപകാരമെടുക്കാൻ അവകാശമുള്ളവനാണ്. പിന്തിപ്പാൽ എടുക്കാനുള്ള അവകാശം മിൽക്കാണ് തീർച്ചയായും. മിൽക്കുണ്ട് എന്നുള്ള പോലും വിട്ടാൽ തംലീഖ്, പെണ്ണിന്റെ വലിയ ഭർത്താവിന് മിൽക്കാക്കി കൊടുത്തത് ഉപകാരമെടുക്കാനുള്ള അവകാശമാണ്, അല്ലാതെ ലാ ലിൽ മൻഫഅതി, പെണ്ണിന്റെ ശരീരത്തിലുള്ള മൻഫഅത്തിന്റെ മാലിക് ഓനല്ല. ഓനിക്ക് മൻഫഅത്ത് എടുക്കാമെന്ന് മാത്രം. അതിന്റെ ഉടമാവകാശി ആരാണ്? പെണ്ണെന്നാണ്. ഏത് കൗലനുസരിച്ചും ഫലൗബുദ്ധിഅത്ത്, പെണ്ണ് സംയോഗം ചെയ്യപ്പെട്ടു പോയി അബദ്ധത്തിൽ, ശുഭത്തിന്റെ വത്ത് ഉണ്ടല്ലോ, ഭാര്യയാണെന്ന് ധരിച്ചു പോയിട്ട് ഭാര്യ അല്ലാതാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിക്കാഹ് സ്വഹീഹാണ് എന്ന അഖീദയിൽ നടത്തി നോക്കുമ്പോഴേക്ക് സാക്ഷി ശരിയല്ല, അല്ലെങ്കിൽ വലിയ ശരിയല്ല, അല്ലെങ്കിൽ സീല ശരിയല്ല എന്ന് പിന്നീട് അറിയും. ഉപയോഗിച്ച ശേഷം, പെണ്ണിനെ സംയോഗം ചെയ്ത ശേഷമാണ് നിക്കാഹിന്റെ ഫസാദ് അറിയുന്നത്. അതെല്ലാം ശുഭത്തിന്റെ വത്തല്ലേ, അബദ്ധത്തിലുള്ള വത്ത്. പെണ്ണ് അബദ്ധത്തിൽ സംയോഗം ചെയ്യപ്പെട്ടു പോയാൽ അവൾ സംയോഗം ചെയ്യപ്പെട്ടാൽ വിശുദ്ധത്തിൽ അബദ്ധം കൊണ്ട് മഹർ അവൾക്ക് അവകാശപ്പെട്ടതാണ്. ഇത്തിഫാഖൻ അഖ്ദു തംലീഖാണ് എന്ന വജഹ് പിടിച്ചാലും ശരി, അഖ്ദുൽ ഇബാഹത്താണ് എന്ന് പിടിച്ചാലും ശരി, ഏത് കോലി പിടിച്ചാലും മഹർ പെണ്ണിനുള്ളതാണ്. എന്ത് ഒന്നാമത്തതനുസരിച്ച് ഇബാഹത്താണല്ലോ, പെട്ടതനുസരിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തിയല്ലോ. തംലീഖാണെന്നനുസരിച്ചും ശരീരം വിട്ടുകൊടുത്തല്ലോ, ഉപകാരമെടുക്കാനുള്ള അധികാരമല്ലേ കൊടുത്തു. ആ അധികാരത്തിന്റെ ഫീസല്ലേ മഹർ. അപ്പൊ എന്ത് കിട്ടും പണി? അത് പിന്നെ ഒരു ഭർത്താവ് എന്ന നിലയിൽ പെണ്ണിനെ ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ വിവാഹ ജീവിതത്തിൽ ബന്ധപ്പെടൽ വുജൂബുണ്ടോ ഇല്ലെന്നോ.
ഇല്ല. വലാ യജിബു അലൈഹി വതുഹാ. വത് ഇവന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുകയാണ്. അതിലാരും വലിയ കൈകടത്തലും വേണ്ടവൻ അവന്റെ മേലെ ഉജൂബില്ല. പെണ്ണിനെ എന്താക്കൽ ഒരു നിർവത്തം വാഹിതാണ്. വിക്രായാലും ശരി, സയ്യിബായാലും ശരി, ഒരു ഭർത്താവെന്ന നിലക്ക് എന്തില്ല. പക്ഷേ അവൾ സിനയിലേക്ക് ചാടും എന്ന് പരിപൂർണ ഉറപ്പ് കിട്ടിയാലോ കുറ്റത്തിൽ നിന്ന് സംരക്ഷിക്കൽ ഉജൂബല്ലേ പൊതുവെ. കുറ്റത്തിന് തടസ്സപ്പെടുക എന്ന നിലക്ക് അവന് ഉജൂബാകും, അല്ലാണ്ട് ഈ നിലക്കില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു പ്രാവശ്യം പോലും ബന്ധപ്പെടൽ എന്തില്ല, ഇതിലില്ല. വലാ യജിബു അലൈഹി, ഭർത്താവിന്റെ മേലെ നിർബന്ധമില്ല. വതുഹാ ലിഅന്നഹു, സംയോഗം ചെയ്യുക എന്നത് ഹഖുഹു. വഖീല, ഒരു ഖീലുണ്ട്, അലൈഹി, അവന്റെ മേൽ വുജൂബാണ്. മറ, ഒരു പ്രാവശ്യം ഏതായാലും സംയോഗം ചെയ്തേ പറ്റുള്ളൂ. അവന് വുജൂബായ സംഗതിയാണെന്ന് പറഞ്ഞു. എന്തിന്? രണ്ട് കാരണത്തിന് വേണ്ടി. ലിയഖ്ലിയ ശഹ്വതഹാ, അവൻ വെട്ടിക്കൊടുക്കാൻ വേണ്ടി. ശഹ്വതഹാ, അവളുടെ വികാരത്തെ. വിവാഹ ജീവിതം കൊണ്ടുള്ള ആവശ്യം വികാരം നിറവേറ്റി കൊടുക്കലല്ലേ. അപ്പൊ അത് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ. കൂടാതെ വയതകററ, അവരുടെ മഹർ ഫുള്ളായി സ്ഥിരമാകാൻ വേണ്ടി. അല്ലെങ്കിൽ മഹർ പകുതിയായി പോകില്ലേ, പത്തോടുകൂടിയല്ലേ എന്താകുന്നു എന്ന് ഖീലമുണ്ട്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ കെട്ടിക്കലും നിക്കാഹ് തന്നെയാണ്. ഖബൽതു നിക്കാഹ എന്ന ഖബൂലും നിക്കാഹ് തന്നെയാണല്ലോ. ഇവിടെ രണ്ടാം സെക്ഷനാ പറയും, നേരെ പകുതി. കിതാബുൻ നിക്കാഹ് എന്ന് തുടങ്ങിയത് അതിൽ നിന്നാണല്ലോ. ഹുവ അയ്യ നിക്കാഹ്, നിക്കാഹ് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ തസ്വീജ് സുന്നത്താണ് എന്നല്ല. അത് വലിയന്റെ ഡ്യൂട്ടിയാണ്. അത് പറയുന്നുണ്ട് ഉജൂബാണ് എന്ന്. ആ സെക്ഷൻ തുടങ്ങിയിട്ടില്ല. കെട്ടിച്ചു തന്നാൽ കബൂൽ ചെയ്യൽ എന്താണ്? സൗജിന്റെ ബാധ്യത പറയുന്നത്. സൗജിനിക്കുള്ള അഹ്കാമുകളാ പറയുന്നത്. വലിയ പെണ്ണിനെ കെട്ടിക്കുന്ന വിധി ഇപ്പോഴേ പറഞ്ഞില്ല. രക്ഷിതാവ് കെട്ടിക്കണോ വേണ്ടയോ, എപ്പോഴാണ് ഉജൂബ്, എപ്പോഴാണ് സുന്നത്ത്, അത് തസ്വീജാണ്. ഇതോ തസവ്വുജ്. ഹുവ അയ്യ നിക്കാഹ്, ഏത് മഹനാക്കുള്ള നിക്കാഹ്? തസവ്വുജ്. നിക്കാഹ് എന്നത് മുറക്കബുൻ മിന തസ്വീജ് വത്തസവ്വുജ്. അതിൽ നിന്ന് ഒരു ശിക്ക് മാത്രമാണ് ഇവിടെ സംസാരം. ഏത്? ഖബൂലുൻ നിക്കാഹ്. മുസ്തഹബുൻ, സുന്നത്താകണ്ടിക്കൽ പല നിബന്ധനകളും ഉണ്ട്. ഒന്ന്, നിക്കാഹിലേക്ക് ആവശ്യമുള്ളവനായിരിക്കണം. സംയോഗത്തിന് വേണ്ടി ആർത്തിയുള്ളവനാണെങ്കിൽ മാത്രമേ സുന്നത്ത് വരുള്ളൂ. അതിനോടൊപ്പം ആ സമയത്തുള്ള വസ്ത്രത്തിനും ഒരു ദിവസത്തെ ഭക്ഷണത്തിനും ഇവന് ആവുന്നതാണ്. എന്നാലേ എന്തുള്ളൂ, സുന്നത്തുള്ളൂ. പല വിധിയുണ്ട് നിക്കാഹ് സ്വീകരിക്കൽ. ഒരു പെണ്ണിനെ കെട്ടല് സൗജിന് സുന്നത്താവാനുള്ള സമയമുണ്ട്, കറാഹത്തുണ്ട്, ഹറാമുണ്ട്, എല്ലാം ഉണ്ട്. ആദ്യം തുടങ്ങുന്നത് നിക്കാഹ് അലൽ ഇത്ലാഖ്, ഒരു നിബന്ധനയും കൂടാതെ സുന്നത്ത് അങ്ങനെ ഇല്ല. ഈ പറഞ്ഞ കണ്ടീഷനുകൾ ഒത്തിണങ്ങിയാൽ മാത്രമേ എന്തുള്ളൂ. ഒന്ന് എന്താ? ലി മുഹ്താജിൻ ഇലൈഹി, ലി മുഹ്താജിൻ, ആവശ്യം ഉള്ളവന്, ഇലൈഹി, നിക്കാഹിലേക്ക്. നിക്കാഹിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലോ, ഐ തായിഖിൻ ലഹു, ഐ തായിഖിൻ ലഹു, നിക്കാഹിലേക്ക് ആഗ്രഹിച്ചവന്. എങ്ങനെയാ നിക്കാഹിലേക്ക് ആഗ്രഹിക്കൽ? ബിതവഖാനിഹി ലിൽവത്രി,
അവൻ ആഗ്രഹിക്കൽ കൊണ്ട്. എന്തിനെ? വത്തിയിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വത്തിന്റെ ഒരു ഉപാധിയാണല്ലോ അഖദ്. അവ അഖദിലേക്കും ആഗ്രഹം വന്നില്ലേ? അങ്ങനെ സംസാരം. ഈ മുഹ്താജിൻ ഇലൈഹി എന്ന് പറഞ്ഞത് വത്തിയിലേക്കല്ല തമീർ നടക്കേണ്ടത്. ഈ മുഹ്താജിൻ ഇലൈഹി, ഇലൈഹിക്ക് ഇലൈഹിന്റെ തമീർ എങ്ങനെ മടക്കണം? നിക്കാഹിലേക്ക് തന്നെ മടക്കിക്കോ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇലൈഹി എന്ന് പറഞ്ഞാൽ വത്തിയിലേക്കെന്നല്ല. വത്ത് എന്ന് പറഞ്ഞ കലിമത്താട് ഇല്ല. ഇലൈഹി എന്ന് പറഞ്ഞാൽ നിക്കാഹിലേക്ക്. ഐ തായിഖിൻ താഖലഹു എന്നാൽ ഇന്ന കാര്യത്തെ ആഗ്രഹിച്ചു. തായിഖിൻ ലഹു നിക്കാഹിനെ ആഗ്രഹിക്കൽ എങ്ങനെയാണ്? അതിന്റെ സൂറത്ത് ബിതവഖാനിഹി, വത്തീനെ ആഗ്രഹിക്കലുമുണ്ട്. വത്തീനെ ആഗ്രഹിച്ചാൽ ആ വത്ത് നടക്കണ്ടെങ്കിൽ നിക്കാഹ് വേണം. അപ്പൊ നിക്കാഹിലേക്കും ആഗ്രഹിച്ചില്ലേ? വലു ഖസിയ്യൻ, അവൻ ആരായാലും ശരി. ഖസിയ് കൃഷ്ണൻ ഉരപ്പെട്ടവൻ, അവൻ അങ്ങേയറ്റം വികാരഭരിതനൊന്നും ആയിരിക്കില്ല. കൃഷ്ണൻ ഉരപ്പെട്ടാലും എന്നാലും ശരി, അവനും വത്തിയിലേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്തുണ്ട്? നിക്കാഹിന്റെ സാമഗ്രികളെ അവൻ എത്തിച്ചിട്ടുണ്ട്. വിവാഹം ചെയ്യാനുള്ള സാമഗ്രികൾ അവൻ എത്തിച്ചു. അത് രണ്ടാമത്തെ. ഒന്ന്, നിക്കാഹിലേക്ക് ആവശ്യമുണ്ടായിരിക്കുക. രണ്ട്, സാമഗ്രി എന്തൊക്കെ വേണം? ഒന്ന് മഹർ. റെഡി കാശായി മഹർ തയ്യാറുള്ളവർക്കേ നിക്കാഹ് സുന്നത്തുള്ളൂ. കാശൊന്നുമില്ല, കൊടുക്കാനുള്ള മഹർ നാമതായിട്ട് വേണം. കിട്ടിയാ തരാൻ നോക്കാ പറയാ എന്ന് പറയുന്നവർക്ക് നിക്കാഹ് സുന്നത്തില്ല. കിസ്വത്തി ഫസീൽ തംകീൻ, പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ കാലഘട്ടത്തിലുള്ള വസ്ത്രം കൊല്ലത്തെ 2 ഫസലാക്കി മാറ്റിയിട്ടുണ്ട്. തണുപ്പ് കാലം, ചൂടുകാലം. പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ചൂടുകാലമാണെങ്കിൽ എന്തൊക്കെ വസ്ത്രം വേണം, തണുപ്പ് കാലമാണെങ്കിൽ എന്തൊക്കെ വസ്ത്രം വേണം? ഫസലി 2 ഫസലാണ് ആകുള്ളത്. അപ്പൊ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഫസലിൽ എന്തൊക്കെ വസ്ത്രങ്ങൾ കൊടുക്കൽ അത്യാവശ്യമാകുമോ അതിനുള്ള തയ്യാറെടുപ്പ് തന്നെ വേണ്ടേ? 2 ഫസലാണ്. 4 ഋതുക്കളെ 2 എണ്ണം കലർത്തിയിട്ട് 1 2 കലർത്തിക്കൊണ്ട് 6 മാസമാക്കി. 6 മാസം ഷൈഫ്, 6 മാസം ശീതാവ്. 2 ഈ വസ്ത്രങ്ങളുടെ തയ്യാറെടുപ്പ് മാറ്റമുണ്ട്. തണുപ്പ് കാലത്തുള്ള വസ്ത്രങ്ങൾ, ചൂടുകാലത്തുള്ള വസ്ത്രങ്ങൾ വേറെ തിരിച്ചിട്ടുണ്ട്. ഈ പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം ആ തംകീനുണ്ടായത് ഏത് ഫസലിലാണോ, സൈഫിലാണെങ്കിൽ ആ സൈഫ് കാലത്തുള്ള വസ്ത്രം കൊടുക്കാൻ ഇവന് കുതിരത്ത് വേണ്ടേ? ചൂടുകാലത്താണെങ്കിൽ ചൂടുകാലത്തുള്ള സൈഫ് കാലത്ത് എന്ന് പറഞ്ഞാൽ ചൂടുകാലം, തണുപ്പ് കാലത്തുള്ള തംകീനാണ് നടക്കുന്നതെങ്കിൽ ഈ കെട്ടുന്ന നേരമല്ല മതി, വിട്ടുകിട്ടും. എന്ന് പറഞ്ഞാൽ തൗക്കീൻ, പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസത്തിലുള്ള നഫഖ, ഭക്ഷണപാനീയങ്ങൾ നഫഖ. അവിടെ യൗമിഹി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ 2 മാനുണ്ട്. യൗമ് പകൽ എങ്കിൽ ലൈലത്ത് വേറെയും കൂട്ടിച്ചേർക്കണം. അതെല്ലാം യൗമ് എന്ന് പറഞ്ഞാൽ ദിവസം 24 മണിക്കൂർ എന്ന് വെക്കുകയാണെങ്കിൽ ഒന്നും ദർവീ ചെയ്യണ്ട. അതാ മുറാദ്. ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ പ്രാപ്തി ഇവനുണ്ടായിരിക്കണം. വനഫഖതി യൗമിഹി എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട. ഐവലൈലത്തിഹീൻ, ഹീ എന്ന് പറഞ്ഞാൽ തൗക്കീൽ. അങ്ങനെ കൂട്ടിച്ചേർക്കേണ്ടി വന്നത് യൗമ് എന്നതിന് എന്ത് മാന വെച്ചോണ്ട? പകൽ. പക്ഷെ ആ അർത്ഥം വെക്കണ്ടല്ലോ, ദിവസം എന്നർത്ഥം വെക്കും. അപ്പോ 24 മണിക്കൂറത്തേക്കുള്ള
ചെലവ് അത്രയും ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് പിന്നെ നോക്കാറുണ്ട്. നിക്കാഹ് സുന്നത്തായി. വൈനിഷ്ഠകരവിൽ ഇബാദത്തി, മറ്റ് ഇബാദത്തുകളിൽ അവൻ ഏർപ്പെടുന്നവനായാലും ശരി. നിക്കാഹ് അല്ലാത്ത എന്തെല്ലോ ഇബാദത്തുകളിൽ അവൻ ആണ്ടുകൂടി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് നിക്കാഹ് സുന്നത്തില്ല എന്ന് പറയാൻ പറ്റോ? ഇബാദത്തിൽ മുന്നേറട്ടെ, അത് ശരിക്ക് കൊടുക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് നിക്കാഹ് നിർത്തി വെക്കലാം. വൈനിഷ്ഠകരവിൽ ഇബാദത്തി ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഏകോപിച്ചതായ ഹദീസിന് വേണ്ടി വികാരമുണ്ടായിരിക്കുക എന്നതേ നിക്കാഹിന് നിദാനമായിട്ടുള്ളൂ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് യുവാക്കളുടെ സമൂഹമേ, യാ മഅശറ ശബാബ്. എന്താ വിളിക്കാൻ കാരണം? അവരാണ് വികാരം മികച്ചവർ. അതുകൊണ്ടാണ് അവരോട് ഉദ്ബോധനം നടത്തിയത്. യുവാക്കളല്ലാണ്ട് വികാരമുള്ള ആരെല്ലാം ഉണ്ടോ അവർക്കും ഈ നിയമം ബാധകല്ലേ? ഈ അഭിസംബോധന കൊണ്ട് യുവാക്കളെ മാത്രമാണ് വിളിച്ചത്. അത് അവരാണ് വികാരം മികച്ചവർ, വികാരം ഏറിയവർ അവരാണ്. അതുകൊണ്ടാണ് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്. അവർക്ക് മാത്രമാണ് ഈ വിധി എന്നല്ല. വികാരമുള്ള ശബാബല്ലാത്തവർ ആരെല്ലാം ഉണ്ടോ അവർക്ക് വിധിയില്ലേ? നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ബാഅത്തിന് അവതായാൽ, ബാഅത്ത് എന്ന് പറഞ്ഞാൽ മതീന്റെ മേലുള്ള കുതിരത്ത്, അതിനോടൊപ്പം സാമ്പത്തിക ശേഷി രണ്ടും കൂടെ കൂട്ടിയിട്ട് പറയുന്നത്. ബാഅത്തിന് സാധിക്കുമെങ്കിൽ നദുവിന്റെ അമ്രാണത്, അവൻ വിവാഹം ചെയ്തു കൊള്ളണം. ആ വിവാഹമാണ് കണ്ണിനെ ഏറ്റവും ചിമ്മിപ്പിക്കുന്നത്. അന്യ പെണ്ണിലേക്കും ഹറാമിയത്തിലേക്കും നോക്കലിനെ തൊട്ട് കണ്ണിനെ ചിമ്മിപ്പിക്കുമല്ലോ. ഏറ്റവും സംരക്ഷിക്കുന്നതും ഈ നിക്കാഹാണ്. ഫർജിനെ, ഉഹിയസ്ഥാനത്തെ കാത്തു സംരക്ഷിക്കുന്നതും ഈ നിക്കാഹാണ്. അതുകൊണ്ട് തീർച്ചയായും അവൻ എന്ത് നടത്തണം? ബാത്തുണ്ടെങ്കിൽ നേ പറഞ്ഞിട്ടുണ്ട്. അറബി ഭാഷയിൽ എന്താ അർത്ഥം? ബാത്ത്. അപ്പോ എന്താവും? ബഹുമത്ത് വേണമെന്നില്ല എന്ന് തോന്നിപ്പോ. വൽമുറാദു, പക്ഷേ ഉദ്ദേശ്യം, ബാത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം ജിമാഅാണ് മഅൽ മുഅൻ, മുഅനോട് കൂടി. കാരണം ഇവിടെ ഉഹുബത്തുണ്ടെങ്കിലേ സുന്നത്ത് വരുന്നുള്ളൂ. ഇവിടെ മുറാദും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട്? ഇതേ ഹദീസിന്റെ സ്ഥാനത്ത് ഒരു റിവായത്തിലുണ്ട്, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും സാമ്പത്തിക ശേഷി ഉള്ളവനാണെങ്കിൽ അവൻ വിവാഹം ചെയ്യണം. എന്താ സാമ്പത്തിക ശേഷി അവിടെ പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മത്തിനിൽ പറഞ്ഞ എന്നതുമായില്ലേ? അപ്പൊ ബാഅത്ത് എന്നതിന് ഒന്നാം ഭാഗത്തിൽ ഹദീസിൽ 2 ഭാഗമുണ്ട്. ആദ്യ ഭാഗത്ത് ജിമാവും സാമ്പത്തിക ശേഷിയും രണ്ടും ഉൾപ്പെടുത്തണം. ആ ഇസ്തിതായത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം? ബാഅത്തിന്റെ ഇസ്തിതായത്തിൽ ജിമാഅ് 3, മല്ലം യസ്തത്തി. ഈ ഹദീസിന്റെ പൂർത്തീകരണത്തിൽ ഉണ്ടല്ലോ, മല്ലം യസ്തത്തി വമല്ലം യസ്തത്തി ഫഅലൈഹി ഖിസാസ്. ബുഖാരി മുസ്ലിമിലുള്ള ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് എന്ത്? വമല്ലം യസ്തത്തി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാഉൻ. ഹദീസിന്റെ തുടക്കം യാ മഅശറ ശബാബ്,
من استطاع منكم الباءة فليتزوج فإنه أغض للبصر وأحسن للفرج ومن لم يستطع فعليه بالصوم فإنه له وجاء يا معشر الشباب യുവ സമൂഹമേ മനിസ്തതാമിൻകും അൽബാഅത നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും സംയോഗത്തിനും ചിലവിനും ആവതുണ്ടെങ്കിൽ ഫലിയതസവ്വജ് വമൻ ലം യസ്തതി ഫഅലൈഹി ബിസൗം ഫഇന്നഹു നോമ്പ് ലഹു അവന് വികാര ശമനമാണ് നോമ്പോട് കൂടി വികാരം അടങ്ങിയിട്ടുണ്ട് ആടെ നഫീന്റെ സ്ഥാനത്ത് ഇത് രണ്ടും കൂടെ ചേർക്കാൻ പാടില്ല വികാരം ഉള്ളതോടുകൂടി സാമ്പത്തിക ശേഷി ഇല്ലാതായ എന്നാണ് ആദ്യത്തെ ഭാഗത്ത് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞില്ലേ ഇസ്ബാത്ത് അവിടെയോ സുന്നത്താവാനുള്ള ഭാഗത്ത് പറഞ്ഞില്ലേ വിവാഹം ചെയ്യണം അവിടെ രണ്ടും കൂട്ടി ചേർക്കണം ഇവിടെയോ ഒന്ന് എന്തേ ഇല്ല മമല്ലം യസ്തത്തി എന്ന് പറഞ്ഞാൽ ജിമായിന് ശക്തിയില്ല എന്നാ നോമ്പെടുക്കണം ഇപ്പൊ മമല്ലം യസ്തത്തി അവിടെ എന്താ മുതല് മാത്രമാണ് സമ്പത്ത് മാത്രമാ മുറാദ് അല്ലേ മേനോക്കോ ഇല്ല ഈ അർത്ഥപ്രകാരം ഫൽമുറാദു ബി മല്ലം യസ്തത്തി ഹദീസിന്റെ അവസാനത്തിലുള്ള മല്ലം യസ്തത്തി കൊണ്ടുള്ള മുറാദ് മൻ ഫഖദൽ മുഅല ആരാണ് എന്തിനെ ഇല്ലാതാക്കിയിട്ടില്ല അങ്ങനെ തന്നെ വെക്കണം മല്ലം യസ്തത്തി സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ എന്തുള്ളതോടുകൂടി ഇത് ആകാ ഹുവല്ലദീ യഹ്താജു ലിസ്സൗമി അത് ഇത് എന്തിനാണ് കുതിരത്തി എന്ന് വെച്ചത് അതാ ഹുവല്ലദീ യഹ്താജു ലിസ്സൗമി ആ അല്ലാണ്ട് ഏതല്ല സമ്പത്തില്ലെങ്കിൽ നാം എടുക്കട്ടെ നിരുവാധികം പറയാൻ പറ്റോ സമ്പത്തില്ലെങ്കിൽ നാം എടുക്കട്ടെ സമ്പത്തും ഇല്ല ജിമായിലേക്ക് കുതിരത്തും ഇല്ല ഇങ്ങനത്തെ നോമ്പ് എടുക്കണം അപ്പൊ ജിമായിന് കുതിരത്തുണ്ട് അതോടൊപ്പം എന്തും ഇല്ല ആ അപ്പൊ എന്തായി ഈ രൂപത്തിലാണ് പിന്നെ മറ്റുള്ളവർ അങ്ങനെയല്ല വെച്ചത് മനുഷ്യതാമിൽ ഭാഗത്താന്ന് പറഞ്ഞാൽ അവിടെയും മൂലത്ത് എന്ന് വെച്ച് മല്ലം യസ്തത്തി എന്ന് പറയുന്നിടത്ത് മൂലത്ത് എന്ന് വെച്ച് അപ്പൊ ആദ്യത്തെ ചോദ്യം വന്നു നിക്കാഹ് സുന്നത്താകണ്ടെങ്കിൽ ജിമായിലേക്ക് ആവശ്യം വരണ്ടേ അത് ശബാബ് എന്ന വാക്കിൽ തന്നെ ഏലാമുണ്ട് പോലും ശബാബ് അതിൽ നിന്ന് തന്നെ പരസ്യമായി കിട്ടുമ്പോൾ എന്ത് അപ്പൊ ഇനി പ്രത്യേകം കഴിഞ്ഞ് പറയേണ്ടതില്ല പോലും ഭാഗത്ത് എന്നതിൽ വലിച്ചു കെട്ടേണ്ടതില്ല ഈ രൂപത്തിൽ മേന പറയലാണ് ഔല എന്തിനേക്കാൾ ബാത്ത് എന്നതിനെ ചുരുക്കുന്നതിനേക്കാൾ അലൽ മുഅനി എത്രയോ പണ്ഡിതന്മാർ ബാത്ത് എന്നതിന്റെ മുറാദ് ആദ്യ ഭാഗത്തായാൽ അവസാന ഭാഗത്തായാൽ ബാത്ത് എന്നതിന്റെ മുറാദ് എന്ത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ മെച്ചം ഏതന്നെയാണ് ആദ്യ ഭാഗത്ത് ഉണ്ടാക്കൽ ആ എന്താ ഇതാണ് മെച്ചമെന്ന് പറയാൻ കാരണം ഈ ആമിഹി അവരുടെ ആ കസറ് ഉണ്ടാക്കുന്നുണ്ട് ബോധിപ്പിക്കുന്നുണ്ട് അന്നമൻ അരിമഹ അന്നമൻ അരിമഹ മൂലത്ത് എത്തിക്കാത്തവൻ മൂലത്തിന് തയ്യാറില്ലെങ്കിൽ അന്നേരം അതിൽ നിന്ന് എന്ത് വന്നു അന്നമൻ അരിമഹായ എന്നാൽ അപ്പൊ എങ്ങനെയാണ്
അപ്പൊ നമ്മൾ അർത്ഥം വെക്കുമ്പോ ആദ്യത്തെ ഭാഗത്ത് ഇസ്ബാത്തിന്റെ സ്ഥലത്ത് എന്ത് വേണം? ആ ഇനി ഇങ്ങനെ ഒരു ഹദീസിൽ തന്നെ രണ്ട് രൂപത്തിൽ ഉണ്ടാകുന്നുണ്ട്. വായന വെച്ച് കെട്ടൽ വരുന്നില്ലേ ബാത്തിന്. അതുകൊണ്ടാണ് മറ്റു പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ വേണ്ട. ബാത്ത് എന്ന് പറഞ്ഞാൽ ഏതന്നെ നോക്ക് തന്നെ ആക്ക്. അപ്പൊ ഇങ്ങനെ ഒരു അടുങ്ങേർ വരൂലേ? ഉണ്ടായാൽ തന്നെ നിക്കാഹ് ചെയ്യണം എന്ന് വരും. ഉണ്ടെങ്കിൽ തന്നെ നിക്കാഹ് ചെയ്യണം. ഇല്ല വരൂല. എന്ന ആ വിളിയിൽ തന്നെ ഇതിന്റെ മേലെ അറിയിക്കുന്നുണ്ട്. വികാരമുള്ളവർക്കേ ഈ നിയമമുള്ളൂ എന്ന് കിട്ടുന്നുണ്ടല്ല. അപ്പൊ അവമെല്ലാം വ്യക്തത്തിൽ ചിലവ് നടത്താൻ സാധിക്കാത്തവൻ ചിലവ് നടത്താൻ സാധിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ എന്തുള്ളതോടുകൂടി തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ മൈസറശബാബ് എന്നാണല്ലോ വിളി. എന്ത് കിട്ടുന്നുണ്ട്? ഉള്ളതോടുകൂടി. ശരിയായില്ലേ? ബലം യജിബ് നിക്കാഹ് വുജൂബായിട്ടില്ല. മഅഹാദൽ അംരി ഇത്രത്തോളം കൽപ്പന വന്നിട്ടും എന്ന അമ്ര് വന്നിട്ടും വുജൂബാണെന്ന് ഒരൊറ്റ കുട്ടിയും പറഞ്ഞ ഇല്ല. അതെ പറഞ്ഞൂടെ? മാപാവലക്കും സൂറത്തുൻ നിസാ 3 ആകർഷണീയമായത് കെട്ടിക്കോ. മാപാവലക്കും രസകരമായത് നിങ്ങൾ പങ്കിഹോ. മാപാവലക്കും വെറുതെ. കാരണം മാപാവയാണ് നമ്മൾ ഇഷ്ടത്തിന് വിട്ടു തന്നു. ഇനി വുജൂബാകാൻ സാധ്യമല്ല. മാതാവലക്കും മുസ്തതാബ് ഒരിക്കലും വുജൂബാവില്ല എന്നാണ് വെറുതെ. അങ്ങനെ കാരണം പറയാൻ പറ്റൂല. അത് തടപ്പെട്ടു. എന്നൽ മുറാദ ബിഹി നിസാ 3 പറഞ്ഞ മാതാവലക്കും കൊണ്ടുള്ള മുറാദ് അൽ ഹലാൽ മിനൻ നിസായി സ്ത്രീകളിൽ നിന്നുള്ള ഹലാലായ ആള്. നിസാ 23 ഹലാല് ഹറാമും ബയാൻ ചെയ്യുന്നുണ്ട്. നിസാ 23-ാമത്തെ ആയത്ത്. ആരെല്ലാം കെട്ടാം അത് എണ്ണി പറഞ്ഞിട്ടുണ്ട്. കെട്ടാൻ പാടില്ലാത്തത് വിവരിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം കെട്ടാം. അപ്പം ഹലാലും ഹറാമും ബയാൻ ചെയ്യുന്ന ആയത്ത് നിസാ 23-ലുണ്ട്. അപ്പൊ മാതാവലക്കും കൊണ്ടുള്ള മുറാദ് ഹലാലായത് എന്നാണ്, രസകരമായത് എന്നല്ല. അപ്പൊ ആ നിലക്ക് എന്താക്കാൻ കഴിയില്ല, ഇതൊന്നും പിടിക്കാൻ കിട്ടൂല. അതുകൊണ്ട് വല്ലവുല അയ്യുജാബ മറുപടി നൽകപ്പെടണം. എന്തുകൊണ്ട് വുജൂബായില്ല? എന്നതിന്റെ ലാഹിർ കൊണ്ട് ഒരാളും അമൽ ചെയ്തിട്ടില്ല, പിടിച്ചിട്ടില്ല. ലാഹിർ കൊണ്ട് പിടിച്ചാൽ എന്താ വ്യക്തി? അല്ല മുറിയിൽ വുജൂബി ഹഖീഖത്തൻ ഒരാളും പിടിച്ചിട്ടില്ല. പിന്നെ പണ്ഡിതന്മാർ കൊണ്ടുവന്നത്, ഏറി പറഞ്ഞാൽ പണ്ഡിതന്മാർ കൊണ്ടുവന്നത് ഖൗലു ഇന്നഹു ഫർദു കിഫായ, സാമൂഹ്യ ബാധ്യതയാണെന്ന് പറഞ്ഞവർ. വിവാഹം ചെയ്യല് ഫർദു കിഫായയാണ്, ഫർദു ഐനാണ് എന്ന ഒരാൾ എന്നതിൽ കുറിച്ച ഫർദു കിഫായ എന്നൊരു ഖൗലുണ്ട്. ഇളാഫത്താണ് ഖൗലു ഇന്നഹു ഫർദു കിഫായ. എന്തിനാണ് ഫർദു കിഫായ ആക്കിയത്? വഖാഇ നസ്ബി, സന്താനം ബാക്കിയാകാൻ വേണ്ടി, തലമുറ അവശേഷിക്കാൻ വേണ്ടി. വവജുഹു അന്നഹു വാജിബുൻ അലാ മൻ ഖാഫ സിന. പിന്നെ ഒരു വജിഹ് എന്ത് അവർ കൊണ്ടുവന്നത്? 2 വജിഹാണ്. ഒന്ന് നിക്കാഹ് ചെയ്യല് ഫർദു കിഫായ, മറ്റതിന്റെ എതിരിലുള്ള 2 വജിഹ്. ഇതെല്ലാം വ്യഭിചാരം പഠിച്ചവന് നിക്കാഹ് ചെയ്യല് തന്നെയാണ്. ആ വാജിബ് ഫർദ് ഐൻ തന്നെയാണ്. വ്യഭിചാരം പഠിക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ? മര്യാദയ്ക്ക് ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്തുകൊണ്ട് വികാരം തീർത്തില്ല എങ്കിൽ അവൻ വ്യഭിചാരം പഠിക്കുന്നുണ്ട്.
ഖീല മുത്തലാഖൻ, ഖീല മുത്തലാഖൻ. വ്യഭിചാരം പേടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അടിമ സ്ത്രീയെ ഉപയോഗിക്കാൻ സന്നദ്ധമായ ആളായാലും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ അടിമ സ്ത്രീ തയ്യാറുണ്ട് അല്ലെങ്കിൽ തയ്യാറില്ല, എങ്ങനെയും വ്യഭിചാരം പേടിച്ചാൽ എന്താണ് അതേ സമയത്ത് ഒരു ഗൗരി വേറെ എന്തിനാ മുത്തലാഖൻ എന്ന് വെച്ചത്? അടിമ സ്ത്രീ ഉണ്ടായിട്ട് പറയില്ല. വിവാഹിതനായ ശേഷം അവൻ വ്യഭിചാരം ചെയ്താൽ എറിഞ്ഞു കൊല്ലപ്പെടും. 100 അടിയും നാട് കടത്തലുമല്ല. ആ നിലയ്ക്ക് ചാരിത്ര ശുദ്ധി നിലനിർത്തുന്ന ആളാവണ്ടേ? ആ സ്റ്റാൻഡേർഡ് എത്തിക്കണ്ടെങ്കിൽ എന്ത് വേണം? 908 അത് മുഴുവനും ബയാൻ ചെയ്യുന്നുണ്ട്. ഈ ഇഹ്സാൻ എങ്ങനെ ഉണ്ടാകും അതിൽ പറയുന്നുണ്ട്. സ്വഹീഹായ രൂപത്തിൽ നിക്കാഹ് തന്നെ നടത്തിയിട്ട് സംയോഗം ചെയ്യണം, എന്നാലേ ഇഹ്സാൻ കിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വ്യഭിചാരം ചെയ്താലേ എറിഞ്ഞുകൊല്ലലും വരുന്നുള്ളൂ. അടിമ സ്ത്രീയെ ഉപയോഗിക്കുക എന്നത് അടിസ്ഥാനമായിട്ടുള്ളതല്ല. അപ്പൊ അടിമ സ്ത്രീയെ ഉപയോഗിക്കാൻ സാധ്യമാണോ സാധ്യമല്ലേ എന്ന് നോക്കിയിട്ടല്ലേ പോലും. വ്യഭിചാരം ഭയപ്പെട്ടാൽ ഒരു പെണ്ണിനെ കെട്ടിയിട്ടില്ലെങ്കിൽ വ്യഭിചാരം വരും എന്ന് കണ്ടാൽ എന്താക്കിയിട്ട് അവിടെ അടിമ സ്ത്രീയെ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, എന്താകും? മുത്തലാഖൻ. മുത്തലാഖം വാജിബാണ്. മുത്തലാഖം വാജിബാണ്. നസരിയെ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും മുത്തലാഖായിട്ട് തന്നെ എന്താണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ചരിത്ര ശുദ്ധി, എറിഞ്ഞുകൊല്ലലിനെ പേടിച്ചുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാനുള്ള സന്നദ്ധതയോടുകൂടിയുള്ള ചരിത്ര ശുദ്ധി. 908 പറഞ്ഞ ആ ചരിത്ര ശുദ്ധി അവൻ തന്നെ നടത്തണം. അവൻ മത്സരായി മാറണം. അപ്പൊ മുജൂബാണ് എന്ന് പറഞ്ഞാൽ അവനെ അടിമ സ്ത്രീയെ ഉപയോഗിക്കാൻ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടെങ്കിലും എന്താണ് വഹീല. അവിടെ തന്നെ വാജിബാണെന്ന് പറഞ്ഞെടുത്ത് കീലുണ്ട്, ഇല്ലെങ്കിൽ ഇത് അത്തസരിയ. അവൻ എന്തിന് തയ്യാറായിട്ടില്ലെങ്കിലാണ്, അടിമ സ്ത്രീയെ ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലാണ് എന്ത് പറഞ്ഞത്. ആ അടിമ സ്ത്രീയെ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് മതി, പിന്നെ തന്നെ വേണമെന്നില്ല. ആ നിലയിലാണ് നിഹായ പോയത്. മനസ്സിലായില്ല? ഒരു വജ്ഹ് വിവാഹം ചെയ്യൽ വുജൂബാണ്. വ്യഭിചാരം പേടിച്ചവൻ വ്യഭിചാരം പേടിക്കുന്നതിന് സമാധാനമായിട്ട് അടിമ സ്ത്രീയെ ഉപയോഗിക്കാൻ അവിടെ സന്ദർഭമുണ്ട്. എന്നാലും ശരി, അവന് വിവാഹം ചെയ്യൽ വുജൂബാണ് എന്നാണ് ഈ വജ്ഹ് പറയുന്നത്. കാരണം വിവാഹിതനായവർ വ്യഭിചാരം ചെയ്താൽ എറിഞ്ഞു കൊല്ലപ്പെടും. അത്രയും വലിയ സ്റ്റാൻഡേർഡുള്ള ഒരു നിലവാരമാണ് നിക്കാഹ് ചെയ്യൽ. സ്വഹീഹായ നിക്കാഹ് നടത്തുകയും സംയോഗം ചെയ്യുകയും ചെയ്താൽ അവൻ ഇഹ്സാൻ നിലനിർത്തി. ഇനി അവൻ സിനാ ചെയ്താൽ എറിഞ്ഞു കൊല്ലപ്പെടും. ആ പവറിലേക്ക് എത്തലാണ് മുറാദ്. ഇപ്പം എന്ത് വേണം? അടിമ സ്ത്രീ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അതല്ല ഇവിടെ പ്രശ്നം. ഈ ഇഹ്സാൻ നിലനിർത്തുന്ന ഒരവസ്ഥ വേണം. എന്താ ചെയ്യൽ വുജൂബാണ്, മുത്തലഖൻ. അതല്ലേ ശരീരത്തിൽ ഒരു കോൽ എന്ത് പറഞ്ഞു? എന്താ ശരി ഉണ്ടെങ്കിലും വ്യഭിചാരത്തെ തൊട്ട് എനിക്ക് രക്ഷപ്പെടാലോ. പക്ഷെ നമ്മൾ പറയുന്നത് ആ രക്ഷപ്പെടലിന്